ചേച്ചി എന്തായി മോൻ്റെ അല്ല പ്രതിഭ, എൻ്റെ മോനെ മാത്രമല്ലല്ലോ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്, വേറെ ഒരു 5-6 പിള്ളേരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരൻസിനെ ഒക്കെ വിളിച്ചിട്ടുള്ള ഈ മീറ്റിങ്ങിന് ഞാൻ അങ്ങോട്ട് പോകുക. എനിക്ക് അതല്ല അറിയാൻ മേലാത്തത്. എൻ്റെ കുഞ്ഞ് ഇന്ന് വരെ ഒരു തല്ലിനോ വഴക്കിനോ അടിപിടിക്കോ എന്തിനെങ്കിലും പോകുക വായിന്നൊരു ഉറച്ച വർത്താനം വരെ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ടാണ് ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ന് ആ സ്കൂളിൽ ചെന്ന് 2 വർത്താനം പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. ആ സ്കൂളിൽ ചെന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുപ്പിക്കാതെ സ്കൂളിൽ നിന്ന് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറത്തില്ല. അതെനിക്കിന്ന് അറിയണമല്ലോ എന്താണെന്ന്. എന്തായാലും ഞാനിന്ന് പോയിട്ട് വരട്ടെ. നല്ല മുതലാ. ഇതുപോലത്തെ ഒരു തലതെറിച്ച ചെറുക്കൻ ഈ ലോകത്തുണ്ടായില്ല. നല്ല മരുന്നാടി. ആ സ്കൂളിലെ സകല പിള്ളേരും തലമണ്ട അടിച്ച് പൊടിച്ചിട്ടാണ് അവരെ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. കൂട്ടത്തല്ലായിരുന്നു ആ സ്കൂളിൽ, ഞാൻ അറിഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ മക്കള് എന്ത് നല്ല പിള്ളേരാ. 2 സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേർക്കും 2 ഫോണും കൊടുത്ത് ആ മുറിയിലെടുത്ത് വാലടച്ച് അങ്ങോട്ട് പൂട്ടും. അതാകുമ്പോൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഗെയിമോ വീഡിയോസൊക്കെ കണ്ട് അവിടെ ഇരുന്നോളുമല്ലോ. ഈ കൊച്ചിനെ പോലെ ഒന്നുമല്ല. ഇവനെയൊക്കെ പുറത്തല്ല ആക്കേണ്ടത്, അകത്താക്കിയിടണം മരുന്നിനെയൊക്കെ. അവർ പറയണേട്ടില്ലേ? ഏടാ, നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ മക്കളെ ഞാൻ എവിടെയെങ്കിലും പറമ്പിൽ പോലും കളിക്കാൻ വിടുന്നേ? പുറത്ത് വിട്ടാലല്ലേ കുഴപ്പമുള്ളൂ. ഇതുപോലെ 2 ഫോൺ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ഒന്നും അറിയണ്ട, ആദ്യം പിടിക്കണ്ടല്ലോ കിടന്ന്. എല്ലാം കണക്കാ. ഇതൊക്കെ എന്താവും